ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നാജീസ് കിഡ്സ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്. അതിനു വേണ്ടി ചെറുതാക്കി അരിഞ്ഞ ചിക്കനേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എന്നിവ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. ശേഷം നന്നായി മിക്സാക്കിയതിന് ശേഷം 10 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ശേഷം ഒരു പാൻ എടുത്ത് നന്നായി ചൂടാക്കിയ ശേഷം നമുക്ക് ചിക്കൻ പൊരിയാനിട്ട് കൊടുക്കാം. അധികം പൊരിയണ്ട കേട്ടോ, നമുക്ക് ഒന്ന് വെന്ത് കിട്ടുന്നത് വരെയാണ് ഇത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മുടെ മസാലക്കൂട്ടും റെഡിയാക്കാൻ പോകുന്നത്. ഇതൊന്ന് വെന്തതിന് ശേഷം നമുക്ക് എടുക്കാം. ഇതിലേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് പച്ചമുളക്, 2 മീഡിയം സൈസുള്ള സവാള അരിഞ്ഞത് എന്നിവ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം. നമ്മുടെ ഈ ഉള്ളി വേഗം വെന്ത് കിട്ടാൻ വേണ്ടി ഞാനിതിൽ സ്വല്പം ആവശ്യത്തിന് ഉപ്പും ചേർക്കുന്നുണ്ട്. മൂടി വെച്ചതിന് ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. നമ്മുടെ ഉള്ളി ഇവിടെ വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലക്കൂട്ട് ചേർക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, അതിന് ശേഷം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കന് കുറച്ച് വെച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ബാക്കി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം. അല്പനേരം തണിയാൻ വെക്കാം. നമുക്ക് ഇനി ഇതിലേക്കുള്ള അടുത്ത കൂട്ട് റെഡിയാക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് മൈദ ചേർക്കുക. അതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 കപ്പ് പാല്, എല്ലാം ഒരേ അളവിലാണ് എടുത്തത്. 3 കോഴിമുട്ട. മുട്ടയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അല്പം കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് നന്നായി മിക്സിയിൽ അടിച്ചതിന് ശേഷം ഈ തിക്നെസ് ഉണ്ടാവണേ. അതൊന്ന് 10 മിനിറ്റിന് ശേഷം മൂടി വെക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ മസാലക്കൂട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാവിടെയും മസാലക്കൂട്ട് നന്നായി ഇട്ട് കൊടുക്കാം. അരവിൽ അധികം ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ നമ്മുടെ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ നമ്മൾ എല്ലായിടെയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബാക്കിയുള്ള കൂട്ട് സൈഡിലൂടെ പാർന്ന് കൊടുക്കാം. നമുക്ക് ആദ്യം സൈഡിലൂടെ വയ്ക്കാം.
ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കന് അതിൻ്റെ മുകളിലിട്ടതിന് ശേഷം നമ്മളിപ്പോൾ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 20 മിനിറ്റ് ശേഷം എടുക്കാം. നമ്മുടെ ഇറാനിപ്പുള റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റിയും ഇറാനിപ്പുള. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അപ്പോൾ ഓക്കെ, ബൈ.